സാൻവിനെയും കൂട്ടിയിട്ട് പീടിയൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അമ്മേൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. അമ്മ ചോദിക്കും സാൻവി മോളെ എന്താ വേണ്ടതെന്ന്. സാൻവിക്കാണെങ്കിൽ ഒരു ബോധവും കഥയും ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുറേ ചോക്ലേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മമ്മ ചോദിക്കുന്നതല്ലേ ഞാൻ എന്താ വാങ്ങാന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും കേട്ടോ ഓള്. അപ്പോൾ ഓക്ക് വേണ്ടതൊക്കെ ഓള് വാങ്ങിച്ച് നമ്മൾ അടുത്തുള്ള ബേക്കറി കടയിൽ പോയിട്ട് വേണ്ട ബേക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. വേറെ എവിടേക്കുമല്ല, എൻ്റെ സിന്ധുച്ചിൻ്റെ വീട്ടിലേക്ക്. സിന്ധുച്ച് ആരാണെന്നല്ലേ, എൻ്റെ അമ്മേൻ്റെ ഈച്ചിൻ്റെ മോളാണ്. അപ്പോൾ അവരുടെ മോളുടെ കല്യാണമാണ് ഈ വരുന്ന ഞായറും തിങ്കളും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ ഇനി കല്യാണ വിശേഷങ്ങളായിരിക്കുമല്ലോ. അതേ, ഇനിയുള്ള വീഡിയോയിൽ കല്യാണ വിശേഷങ്ങളും കാണാം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ട്വിസ്റ്റ് ഉണ്ട്, സിന്ധുച്ച് അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വേഗം പിള്ളേർക്ക് ചോറെടുത്ത് കൊടുത്തു. വൈകുന്നേരമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. സാൻവി വന്ന ഉടനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാൻവി ചോറ് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് പിള്ളേർക്ക് ചോറൊക്കെ വാരിക്കൊടുത്ത് പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇതാ അപ്പുറത്തൊരു കുട്ടി വരുന്നു. ഓനോൻ്റെ സിപ്പപ്പും കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുട്ടികളല്ലേ, അങ്ങനത്തെ ഓരോരോ കളികൾ ഉണ്ടാവുമല്ലോ. ബസ്സുവാണെങ്കിൽ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നും വിചാരിച്ചിട്ട് ഓടി ഓടി കളിക്കുന്നുണ്ട്. പിന്നെ ഇതാ സിന്ധയിച്ച് വന്ന് നമ്മൾ കുറേ നേരം കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണാം എൻ്റെ മാമനും മാമിയും വരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എൻ്റെ ലാലോട്ടം വന്നു. എന്നെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ശരി, ബൈ.